DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മത്സരിച്ച കൊച്ചി മണ്ഡലത്തിൽ കോൺഗ്രസിന് ആശങ്ക. പ്രചാരണം പാളിയെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. പ്രചാരണ ചുമതലയുള്ള നേതാക്കൾ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല. പ്രചാരണം ഏകോപിപ്പിച്ചത് കൊച്ചിക്ക് പുറത്തുനിന്നുള്ളവരാണ്. കാസ് നടത്തിയ വർഗീയ പ്രചാരണം ചെറുക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നുള്ള വിമർശനവും ഉയരുകയാണ്. MK ഷുക്കൂർ വിവരങ്ങൾ നൽകും. ഷുക്കൂർ, കൊച്ചിയിൽ എന്ത് തരത്തിലുള്ള വീഴ്ചയാണ് പ്രചാരണത്തിൽ സംഭവിച്ചത് എന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. ഈ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനം എന്താണ് ഇപ്പോൾ? ജിൽസി, UDFന്റെ സ്റ്റാർ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് എറണാകുളം DCC പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് ഷിയാസ്. അവസാനം പാർട്ടിക്കകത്ത് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊടുവിലാണ് കൊച്ചി മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ശക്തമായ ഒരു പിന്തുണയും അതുപോലെ തന്നെ സമ്മർദ്ദവും അദ്ദേഹത്തെ കൊച്ചിയിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിന് കാരണമായി. എന്നാൽ അദ്ദേഹം കൊച്ചിയിൽ സ്ഥാനാർത്ഥിയായെങ്കിലും ആ അർത്ഥത്തിലുള്ള ആവേശം, കാരണം എറണാകുളത്തിനും പുറത്തുള്ള ജില്ലയിലും എല്ലാം തന്നെ ആവേശം പടർത്തുന്ന ഒരു നേതാവാണ് എറണാകുളം DCC പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് ഷിയാസ്. പക്ഷേ ആ ആവേശം കൊച്ചി മണ്ഡലത്തിൽ പ്രചരണ രംഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ കാരണം അതിന്റെ പ്രചരണം ഏകോപിപ്പിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച അവിടുത്തെ പ്രാദേശിക നേതാക്കൾ വരുത്തി എന്നുള്ളതാണ്. ഇവിടുത്തെ UDFന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ ഡൊമിനിക് പ്രസന്റേഷന്റെ ഒരു കേന്ദ്രം കൂടിയാണ് കൊച്ചി മണ്ഡലം. പക്ഷേ ഈ കലാശക്കൊട്ടിൽ പോലും ഡൊമിനിക് പ്രസന്റേഷൻ പങ്കെടുത്തില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മാറി നിന്നു എന്നാണ് നേതാക്കൾ പറയുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു പരിപാടി കൊച്ചിയിൽ സംഘടിപ്പിച്ചിരുന്നു. ആ പരിപാടിക്ക് കാര്യമായ ആളുണ്ടായില്ല. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ വലിയ തോതിൽ പ്രചരിക്കുന്ന സ്ഥിതിയുണ്ടായി. മറ്റൊന്ന്, കലാശക്കൊട്ട് നിശ്ചയിച്ച സ്ഥലത്തു നിന്ന് പോലും തുടരാൻ കഴിഞ്ഞില്ല. അവസാനം പ്രവർത്തകരുള്ള ഏതോ ഭാഗത്തേക്ക് പോയി അവിടെ നിന്ന് കലാശക്കൊട്ട് തുടങ്ങേണ്ട സ്ഥിതിയുണ്ടായി. മണ്ഡലത്തിൽ തന്നെയുള്ള പ്രവർത്തകരുടെയും പ്രാദേശിക നേതാക്കളുടെയും നേതൃത്വത്തിൽ പ്രചരണം ക്രമീകരിക്കാൻ സാധിച്ചില്ല. പകരം മുഹമ്മദ് ഷിയാസിനോട് താല്പര്യമുള്ള പിറവത്തെയും ഒപ്പം തന്നെ ആലുവയിലെയും പ്രവർത്തകരെ കൊണ്ടുവന്നാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിച്ചത്. ഒപ്പം തന്നെ കാസ വലിയ തോതിൽ വർഗീയ പ്രചരണം മുഹമ്മദ് ഷിയാസിനെതിരെ നടത്തി. ലത്തീൻ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ലത്തീൻ സഭയ്ക്ക് മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ താല്പര്യക്കുറവുണ്ട് എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. ഇത് മുതലെടുത്ത് കാസ നടത്തിയ വർഗീയ പ്രചരണം തടയുന്നതിൽ മുതിർന്ന നേതാക്കൾ ആരും തന്നെ രംഗത്ത് വന്നില്ല എന്ന ഒരു വിഷയം കൂടി അവിടെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട, അതായത് തെരഞ്ഞെടുപ്പിന്റെ ചുമതല നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഈ കാസയുടെ വർഗീയ പ്രചരണത്തെ ചെറുത്തില്ല. അതുകൊണ്ട് മുഹമ്മദ് ഷിയാസിനെതിരെ ക്രൈസ്തവ വിശ്വാസികളുടെ വികാരം ഉണർത്തിവിടുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ വലിയ തോതിൽ നടന്നു. അതുകൊണ്ട് തന്നെ സംഘടനാ ദൗർബല്യവും ഒപ്പം തന്നെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ താല്പര്യം കാണിക്കാത്തതും അവിടുത്തെ പ്രചാരണത്തിൽ വലിയ വീഴ്ചയ്ക്ക് കാരണമായി എന്നുള്ളതാണ് വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച ഒരു അവലോകനം അധികം വൈകാതെ തന്നെ കോൺഗ്രസ് നടത്തും. എന്നാൽ ഇതിനകം തന്നെ പരസ്യമായി ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നേതാക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. അല്പസമയത്തിനകം DCC പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണം തേടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് എറണാകുളത്ത് തോൽവി ഭയക്കുന്ന ഒരു സീറ്റുകളിൽ ഒന്ന് കൊച്ചി തന്നെയാണ്. പക്ഷേ സംസ്ഥാനത്ത് ഒരു UDF തരംഗമുണ്ടെങ്കിൽ അവിടെ വിജയിക്കും. അങ്ങനെ ഒരു തരംഗമില്ലെങ്കിൽ തോൽക്കും എന്ന ഒരു ആശങ്ക തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കുവെക്കുന്നത്.